ഇന്ത്യൻ ആയുധപ്പുരയുടെ കരുത്ത് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ദിനംപ്രതി അത്യാധുനിക ആയുധ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമാകുന്നത്. ഡ്രോണുകളുടെ അഭാവം ഇല്ലാതാക്കാൻ ഇപ്പോൾ ഇന്ത്യൻ സേനയിലേക്ക് ടാങ്കോ ചാർലി ഡ്രോൺ എത്തുകയാണ്. 1000 കിലോമീറ്റർ ദൂരപരിധിയും GPS സിഗ്നൽ തടഞ്ഞാൽ പോലും കുതിച്ചു മുന്നേറാൻ കഴിവുള്ള ഡ്രോണുകളാണ് ഇപ്പോൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്നത്. പരമാവധി 1000 കിലോമീറ്റർ ദൂരപരിധി, മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത, 20,000 അടി സർവീസ് പരിധി എന്നിവയുള്ള ഈ ഡ്രോൺ ആകട്ടെ അത്യാധുനിക ഇലക്ട്രോ ഒപ്റ്റിക്കൽ ക്യാമറകൾ, ഇലക്ട്രോണിക് ഇന്റലിജൻസ് ഉപകരണങ്ങൾ, ആശയവിനിമയ റിലേകൾ എന്നിവ കൊണ്ടുപോകാൻ സജ്ജീകരിച്ചിരിക്കുന്നതാണ്. പിസ്റ്റൺ, 600 cc ഇന്റേണൽ കമ്പസ്റ്റർ അല്ലെങ്കിൽ ടർബൈൻ എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള മോഡുലാർ എഞ്ചിൻ ഓപ്പറേഷനുകളും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. GPS സിഗ്നലുകൾ തടയപ്പെടുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന പ്രദേശങ്ങളിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഡ്രോണിന്റെ നിർണായക പ്രവർത്തന ശക്തിയായി പറയുന്നത്. കമ്പനി ഡാർക്ക് മോഡ് ഫൈറ്റ് എന്ന് വിളിക്കുന്ന പ്രധാന നേട്ടവും ഈ ഒരു ഡ്രോൺ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ടാങ്കോ ചാർലി ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ടാക്ടിക്കൽ ഡ്രോൺ സജീവ സൈനിക സേവനത്തിലേക്ക് എത്താൻ ഒരുക്കം നടത്തുകയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഡ്രോൺ മേഖലയ്ക്ക് വമ്പൻ മാറ്റങ്ങൾ നൽകിയാണ് ടാങ്കോ ചാർലി എത്തുന്നത്. ബംഗളൂരു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് സിംഗുലാരിറ്റി എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്ത ക്രൂഡ് ഏരിയൽ വെഹിക്കിൾ മുൻപ് എയ്റോ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തതാണ്. സായുധ കോൺഫിഗറേഷനിൽ ഇത് ബ്രോവോ ടോങ്കോ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് പരീക്ഷണങ്ങൾ ഉൾപ്പെടെ തന്നെ ഇന്ത്യൻ ആർമി നടത്തിയ പരീക്ഷണങ്ങളെല്ലാം തന്നെ ഇതിൽ വിജയകരമായി തന്നെ ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഇപ്പോൾ ഇവയ്ക്കായി തന്നെ ഔദ്യോഗിക ഓർഡർ നൽകാൻ തയ്യാറെടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഉയർന്ന ഭൂപ്രദേശങ്ങളിലേക്കും ഇവയെ വിന്യസിപ്പിക്കാൻ കൂടുതലായി തന്നെ സാധിക്കും. ഔദ്യോഗികമായി തന്നെ അവതരിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ടോങ്കോ ചാർലി സൈന്യത്തിന്റെ തന്ത്രപ്രധാനമായ നിരീക്ഷണ ആ ഒരു ഗ്രിഡിന്റെ പ്രധാന ഭാഗമായി തന്നെ മാറുമെന്നതാണ് വ്യക്തമായിരിക്കുന്നത്. ഇവയാകട്ടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടുകൂടി തന്നെ പാകിസ്ഥാൻ അടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക്, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായി തന്നെ മാറുമെന്നതിലും സംശയമില്ല. കഠിനമായ പർവ്വത സാഹചര്യങ്ങളിൽ തുടർച്ചയായ ഇന്റലിജൻസ് നിരീക്ഷണം, രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി തന്നെ ഇവ പ്രധാനമായും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. പർവ്വത പ്രദേശങ്ങളിലെ നീണ്ട ദൗത്യങ്ങൾക്കായി തന്നെ UAV മികച്ച രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു സവിശേഷത. നിർണായക അതിർത്തി മേഖലകളുടെ തുടർച്ചയായ വായുവിലൂടെയുള്ള നിരീക്ഷണം ഇതിലൂടെ തന്നെ സാധ്യമാക്കുന്നുണ്ട്. ടേക്ക് ഓഫിൽ 350 കിലോഗ്രാം വരെ ഭാരമുള്ള ഇതിന് 130 കിലോഗ്രാം പൊലോഡ് വഹിക്കുവാനും ഏകദേശം 20 മണിക്കൂർ വായുവിൽ തന്നെ തുടരുവാനും ഇതിന് സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷതയായി തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.